നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിക്കായി കണ്ടെത്തിയ സർക്കാരിന്റെ 2.25 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ കൈവശം. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നീക്കം തടഞ്ഞത് അക്കൌണ്ടന്റ് ജനറലിന്റെ ഇടപെടലിനെ തുടർന്ന്. TCV എക്സ്ക്ലൂസീവ്. ട്രെയിനിൽ മോഷ്ടാവിന്റെ ആക്രമണം ചെറുക്കുന്നതിനിടെ പരിക്കേറ്റ വലപ്പാട് സ്വദേശിനിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പ്രതിയെക്കുറിച്ച് റെയിൽവേ പോലീസിന് സൂചന ലഭിച്ചു. അയ്യന്തോൾ മാതൃകാ റോഡിൽ മാസങ്ങളായി മിഴി തുറക്കാതിരുന്ന വഴിവിളക്കുകൾ കത്തിക്കാൻ നടപടികളായി. TCV ഇംപാക്ട്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് 2 വ്യത്യസ്ത അപകടങ്ങളിൽ 3 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. പകർച്ചപ്പനികളും മഴക്കാല രോഗങ്ങൾക്കുമെതിരെ കരുതിയിരിക്കണമെന്ന് അധികൃതർ. മഴക്കാലമെത്തിയതോടെ ആരോഗ്യമേഖല ഭീതിയിൽ. കടങ്ങോട് പാഴിയാട്ടുമുറി പാടശേഖരത്തിൽ നെൽവയൽ നികത്തി അനധികൃതമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം TCV വാർത്തയെ തുടർന്ന്. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിക്കായി കണ്ടെത്തിയ സർക്കാരിന്റെ 2.25 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ കൈവശം. സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നീക്കം തടഞ്ഞത് അക്കൌണ്ടന്റ് ജനറലിന്റെ ഇടപെടലിനെ തുടർന്നെന്ന ആക്ഷേപം. TCV എക്സ്ക്ലൂസീവ്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം ജില്ലയിൽ നിന്ന് ഭൂമിക്കായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവർ 32,000 പേരാണ്. ഇതിൽ വെറും 470 പേർക്ക് മാത്രമാണ് ഭൂമി വിതരണം ചെയ്യാനായിട്ടുള്ളത്. മറ്റുള്ളവർക്കായി ഭൂമി കണ്ടെത്താനായില്ലെന്ന റവന്യൂ വകുപ്പിന്റെ വിശദീകരണം നിലനിൽക്കുമ്പോഴാണ് മുണ്ടൂരിനടുത്ത് ആഞ്ഞൂർ വില്ലേജിലെ ആറമ്പിളിയിൽ പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലം സ്വകാര്യ കമ്പനി കൈയടക്കി വെച്ചിരിക്കുന്നത്. മൊത്തം 9 ഏക്കർ സ്ഥലം പുറമ്പോക്കായി സർക്കാർ രേഖകളിലുള്ളതിൽ 2.25 ഏക്കർ സ്ഥലം സദൻ പ്ലാസ്റ്റിക്സ് എന്ന സ്വകാര്യ കമ്പനി കൈവശം വെച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ലാൻഡ് ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിക്കായി അളന്നു തിരിച്ചപ്പോഴാണ് വ്യാപകമായ കയ്യേറ്റം കണ്ടെത്തിയത്. 4 പ്രധാന കയ്യേറ്റങ്ങളിൽ 3 എണ്ണം ഒഴിപ്പിച്ചെങ്കിലും ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മൂലം 2.25 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനായില്ല. ആഞ്ഞൂർ വില്ലേജിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ കളക്ടറേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തുകയും തഹസിൽദാരുടെ നേതൃത്വത്തിൽ JCB അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തതാണ്. എന്നാൽ അവസാന നിമിഷം ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മൂലം കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി റവന്യൂ വകുപ്പ് ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം വിനീഷ് പറയുന്നു. എല്ലാവിധ അറേഞ്ച്മെന്റുകളും ചെയ്ത് ഇത് ഏറ്റെടുക്കാനുള്ള സർവേ ഉദ്യോഗസ്ഥരും അതുപോലെ JCB അടക്കമുള്ള സംവിധാനങ്ങൾ വില്ലേജ് ഓഫീസറും ഈ താലൂക്ക് കളക്ടറേറ്റിലെ ജീവനക്കാരും കൂടി ഏർപ്പാട് ചെയ്തതാണ്. അന്നേ ദിവസമാണ് ഒരു സ്റ്റേ ഉണ്ടെന്നൊരു ധാരണ പറഞ്ഞു വരുത്തിക്കൊണ്ട് ഇത് നിർത്തിവെക്കുന്ന ഒരു ഇടപാടുണ്ടായത്. വൻ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേ എന്ന രീതിയിൽ അന്ന് ഫയൽ മൂവ് ചെയ്യാൻ പോലും അവകാശം ഉണ്ടായിട്ടില്ല. അക്കൌണ്ടന്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ മൂലമാണ് റവന്യൂ വകുപ്പ് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികളിൽ നിന്നും പിൻവാങ്ങിയതെന്നാണ് ഇത് സംബന്ധിച്ച ആക്ഷേപമുയർന്നിട്ടുള്ളത്. എന്നാൽ സ്വകാര്യ സ്ഥാപനം സ്റ്റേ വാങ്ങിയെന്നായിരുന്നു ഉദ്യോഗസ്ഥർ ജനങ്ങളോട് വിശദീകരിച്ചത്. കിടപ്പാടത്തിനായി 3 സെന്റ് സ്ഥലം ഭൂരഹിതർക്ക് നൽകുന്ന പദ്ധതി ഏറെ കൊട്ടിഘോഷിച്ച് 2013 സോണിയാഗാന്ധിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചതാണ്. എന്നാൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇപ്പോഴും പെരുവഴിയിൽ അന്തിയുറങ്ങുമ്പോഴും കയ്യേറ്റക്കാർക്ക് സർക്കാരിന്റെ ഭൂമിയിൽ റബ്ബർ നട്ട് വളർത്താൻ വളമിട്ട് നൽകുകയാണ് അധികാരികൾ. സർക്കാരിന്റെ ഭൂരഹിത കേരളം പദ്ധതിക്കായി പാവപ്പെട്ട ആയിരങ്ങൾ കാത്തുകെട്ടി നിൽക്കുമ്പോഴും അവർക്ക് അവകാശപ്പെട്ട സർക്കാർ ഭൂമി ഒരുപാട് പേർ കൈവശം വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് പ്രകടമാകുന്നത്. ആറമ്പിളിയിൽ നിന്നും ക്യാമറമാൻ സന്ദീപ് കോളരിക്കൊപ്പം ജിയോ സണ്ണി, ടീം TCV. ട്രെയിനിൽ മോഷ്ടാവിന്റെ ആക്രമണം ചെറുക്കുന്നതിനിടെ പരിക്കേറ്റ വലപ്പാട് സ്വദേശിനിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പ്രതിയെക്കുറിച്ച് റെയിൽവേ പോലീസിന് സൂചന ലഭിച്ചു. കണ്ണൂരിൽ നിന്ന് ആലുവയിലേക്ക് വരുന്നതിനിടെയാണ് ഷൊർണൂരിനും ചെറുതുരുത്തിക്കുമിടയിൽ വെച്ച് സംഭവമുണ്ടായത്. ശരീരം തളർന്ന ഭർത്താവിന്റെ ചികിത്സയ്ക്കായി കണ്ണൂരിൽ പോയി മടങ്ങിവരും വഴിയാണ് ഒക്ക എക്സ്പ്രസിൽ വെച്ച് സ്ത്രീക്ക് നേരെ ആക്രമണമുണ്ടായത്. ട്രെയിനിൽ പതുങ്ങി നിന്നിരുന്ന മോഷ്ടാവ് വലപ്പാട് സ്വദേശി കുരുടിയറ്റ വീട്ടിൽ സുനിലിന്റെ ഭാര്യ സുബേദയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ബാഗ് ബലമായി പിടിച്ചു വലിക്കുകയും സുബേദയെ പുറത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. ട്രെയിനിൽ മറ്റ് യാത്രക്കാർ കുറവുള്ള സമയത്തായിരുന്നു സംഭവം. പിടിവലിക്കിടെ സുബേദയുടെ പണമടങ്ങിയ ബാഗുമായി ട്രെയിനിൽ നിന്ന് ചാടുന്നതിനിടെയാണ് മോഷ്ടാവ് സുബേദയെ പുറത്തേക്ക് തള്ളിയിട്ടത്. 6 പവനും 15,000 രൂപയും ബാഗിലുണ്ടായിരുന്നു. മറ്റ് യാത്രക്കാർ ബഹളം വെച്ച് ട്രെയിൻ നിർത്തിച്ച് സുബേദയെ രക്ഷപ്പെടുത്തി.
മോഷ്ടാവ് തള്ളിയിട്ട സുബൈദയുടെ ഇടതുകാൽ ഒടിയുകയും തലയുടെ പിൻഭാഗത്ത് ആഴത്തിൽ മുറിവ് പറ്റുകയും ചെയ്തു. സുബൈദയെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. വണ്ടി മൂവ് ആവാൻ പോണ നേരത്ത് മൂവ് ആയിന്ന് കണ്ട വഴിക്ക് ഒരാള് വന്ന് ബാഗുമ്പോൾ പിടിച്ചു. അപ്പൊ പെണ്ണും ഇതുമ ചാതി പിടിച്ചു. അങ്ങനെ പെണ്ണിനെയും വലിച്ചിട്ട് താഴത്തേക്ക് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ ചാടി ഇറങ്ങി. അങ്ങനെ ഞാൻ ആൾക്കാരെ ഒച്ചെടുത്ത് അങ്ങനെ ട്രെയിനിലുള്ള ആൾക്കാർ വന്ന് ട്രെയിൻ ചെയ്യാൻ വലിച്ച് നിർത്തി. അപ്പോൾ ട്രെയിൻ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തി. ഞാൻ ഭാര്യനെ ഒരു ഷീറ്റിലിട്ട്. അപ്പോൾ അവനെ കിട്ടിയില്ല. കണ്ടാ തിരിച്ചറിയും കറുത്തിട്ട് വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരാളാണ്. സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡിവൈഎസ്പി സെയ്ദലവി മെഡിക്കൽ കോളേജിലെത്തി സുബൈദയുടെ ഭർത്താവിന്റെ മൊഴിയെടുത്തു. അബോധവസ്ഥയിലായതിനാൽ സുബൈദയുടെ മൊഴി എടുക്കാനായില്ല. കറുത്തുമെലിഞ്ഞ് മലയാളവും തമിഴും സംസാരിക്കുന്ന ആളാണ് കവർച്ച നടത്തിയെന്ന് സുനിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് മോഷ്ടാവ് ട്രെയിനിൽ കയറിയിട്ടുണ്ടാകുമെന്നാണ് റെയിൽവേ പോലീസ് നൽകുന്ന വിവരം. പ്രതിയെ കണ്ടെത്തുന്നതിനായി റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സുബൈദയുടെ ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ രേഖാചിത്രവും തയ്യാറാക്കുമെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. അയ്യന്തോൾ മാതൃകാ റോഡിൽ മാസങ്ങളായി മിഴി തുറക്കാതിരുന്ന വഴിവിളക്കുകൾ കത്തിക്കാൻ നടപടികളായി. മാതൃകാ റോഡിലെ വഴിവിളക്ക് തെളിയാത്തതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. TCV ഇംപാക്ട്. അയ്യന്തോൾ മാതൃകാ റോഡിലെ വഴിവിളക്ക് തെളിയാത്ത പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കോർപ്പറേഷനിലെ ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ കഴിഞ്ഞ ദിവസം മേയറുടെ ചേംബറിന് മുന്നിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിനെ തുടർന്നാണ് നടപടിയുണ്ടായത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ കോർപ്പറേഷനെയും PWDയെയും സമീപിച്ചപ്പോൾ ഇരുകൂട്ടരും പരസ്പരം പഴിചാരി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഇതേ തുടർന്നാണ് അയ്യന്തോൾ ഡിവിഷൻ കൌൺസിലറായ അഡ്വക്കേറ്റ് MP ശ്രീനിവാസൻ മേയറുടെ ചേംബറിന് മുന്നിൽ റാന്തൽ വിളക്കുമായി കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. പ്രതിപക്ഷാംഗം നടത്തുന്ന സമരത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി ഭരണപക്ഷ കൌൺസിലർമാരായ CS ശ്രീനിവാസൻ, ഫ്രാൻസിസ് തേറാട്ടിൽ, വത്സല ബാബുരാജ് എന്നിവരും കുത്തിയിരിപ്പ് സമരത്തിൽ പങ്കുചേർന്നിരുന്നു. തുടർന്ന് മേയർ മുൻകൈയെടുത്ത് പ്രശ്നം പരിഹരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുകയായിരുന്നു. കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗമാണ് ഇപ്പോൾ വഴിവിളക്കുകളുടെ തകരാർ പരിഹരിക്കുന്നത്. അതേസമയം പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ പ്രതിഷേധ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന നിലപാടിലുറച്ച് കൌൺസിലർ അഡ്വക്കേറ്റ് MP ശ്രീനിവാസൻ മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് തുടരുകയാണ്. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് 2 വ്യത്യസ്ത അപകടങ്ങളിൽ 3 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. കരൂപ്പടന്ന പാലത്തിന് സമീപം വീയത്തുകുളത്താണ് ഇരട്ട അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ നടന്ന ആദ്യ അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 തൊഴിലാളികളും രാവിലെ 7:30യോടെ ഉണ്ടായ മറ്റൊരു അപകടത്തിൽ മത്സ്യവിതരണ തൊഴിലാളിയുമാണ് മരിച്ചത്. സ്വകാര്യ കമ്പനിക്ക് വേണ്ടി കേബിൾ കുഴി എടുക്കുകയായിരുന്ന തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ 65 വയസ്സുള്ള രാജേന്ദ്രൻ, 36 വയസ്സുള്ള ആദിമൂലം എന്നിവരാണ് ആദ്യത്തെ അപകടത്തിൽ മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് റോഡരികിൽ പണിയെടുക്കുകയായിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടനെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേ സ്ഥലത്ത് തന്നെയാണ് രാവിലെ മറ്റൊരാളുടെ മരണത്തിനിടയാക്കിയ അപകടവും നടന്നത്. പുലർച്ചെ അപകടം നടന്ന സ്ഥലത്ത് നാട്ടുകാർ കൂടി നിൽക്കുന്നതിനിടയിൽ എത്തിയ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മത്സ്യവിതരണ തൊഴിലാളിയായ കരൂപ്പടന്ന വൈപ്പിൻകാട്ടിൽ 35 വയസ്സുള്ള ഷൌക്കത്തിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് റോഡരികിലെ മതിലിലിടിച്ചാണ് വണ്ടി നിന്നത്. പാൽ വിൽപ്പനക്കാരനായ പുല്ലൂറ്റ് സ്വദേശി സിദ്ധാർത്ഥനും അപകടത്തിൽ സാരമായി പരിക്കേറ്റു. ഇനി TCVയുടെ പ്രത്യേക സെഗ്മെന്റ് മഴയെത്തി രോഗങ്ങളും. കഴിഞ്ഞ വർഷം ജില്ലയിൽ പകർച്ചപ്പനിയിലും മഴക്കാല രോഗങ്ങളിലും ഉൾപ്പെട്ടത് 3 ലക്ഷത്തിൽ പരം ആളുകൾ. മരണമടഞ്ഞത് 26 പേർ. ഈ വർഷം ഇതുവരെ മരിച്ചത് 9 പേർ. മഴക്കാലം എത്തിയതോടെ ആരോഗ്യമേഖല ഭീതിയിലാണ്. ആരോഗ്യവകുപ്പിന്റെ 2014 വർഷത്തെ ചില കണക്കുകൾ ആദ്യം കാണാം. പകർച്ചപ്പനി ബാധിച്ചവർ 2,47,499, എലിപ്പനി 107, മലേറിയ 147, ഡെങ്കിപ്പനി 153, മഞ്ഞപ്പിത്തം 301, വയറിളക്കം 47,891, അഞ്ചാം പനി 48, മുണ്ടിനീര് 313, ചിക്കൻ പോക്സ് 804, H1N1 3.
ഇനി ഈ രോഗങ്ങളിൽ മരിച്ചവരുടെ എണ്ണം കാണാം. എലിപ്പനി 14, മലേറിയ 1, ഡെങ്കിപ്പനി 4, മഞ്ഞപ്പിത്തം 1, പകർച്ചപ്പനി 3, വയറിളക്കം, ചിക്കൻ പോക്സ്, H1N1 1 വീതം. ഇനി ഈ വർഷം 2015 പിറന്ന് 5 മാസം പിന്നിട്ടപ്പോൾ പന്നിപ്പനി മൂലം മരിച്ചവരുടെ എണ്ണം 5 ആണ്. എലിപ്പനി 2 മരണം, മഞ്ഞപ്പിത്തം 1, ചിക്കൻ പോക്സ് 1. ഒരു മഴക്കാലം കൂടി കഴിയുമ്പോൾ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്ന ആശങ്ക ബാക്കി നിൽക്കുന്നു. ഒരൽപ്പം കരുതലുണ്ടെങ്കിൽ രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കാം, മരണം ഒഴിവാക്കാം. മഴക്കാലത്തെ പ്രധാന വില്ലൻ പകർച്ചപ്പനി തന്നെ, ഒപ്പം വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗങ്ങളും. വൃത്തിയില്ലായ്മയും മലിനീകരണവും രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നതിൽ മുഖ്യ കാരണമാവുകയാണ്. മഴക്കാലം പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന സമയമാണ്. മലിനമാകുന്ന ജലസ്രോതസ്സുകളും കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളും രോഗങ്ങളെ കൊണ്ടുവരുന്നു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന ഐസ്, ഉപ്പിലിട്ടത്, റോഡരികിൽ തുറന്നുവെച്ച് വിൽപ്പന നടത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കാൻ ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്നു. ഹോട്ടൽ ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ഓരോ വർഷവും മഴക്കാല രോഗങ്ങളെ തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത്. എന്നിട്ടും മാലിന്യ കൂമ്പാരങ്ങൾ തെരുവുകളിൽ ബാക്കിയാകുന്നു. ഈ മാലിന്യ കൂമ്പാരങ്ങൾ രോഗം പരത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതേക്കുറിച്ച് അടുത്ത ദിവസം. പൈങ്കുളം, 1-ാം മൈൽ, ആലുംകുന്ന് എന്നിവിടങ്ങളിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം. മേഖലയിലെ 15ഓളം പേർക്കാണ് അസുഖം പിടിപെട്ടിട്ടുള്ളത്. കൂറ്റനാട് നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ഒരു കുടുംബത്തിലുള്ളവർക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് പൈങ്കുളം, പാഞ്ഞാൾ എന്നിവിടങ്ങളിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയപ്പോഴാണ് മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചത്. വിവാഹസ്ഥലത്ത് നിന്ന് കുടിച്ച വെള്ളത്തിൽ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് സംശയിക്കുന്നു. ഇതേ തുടർന്ന് ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളും ക്ലോറിനേഷനും ബോധവൽക്കരണവും ആരംഭിച്ചിട്ടുണ്ട്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പാഴിയോട്ടുമുറി പാടശേഖരത്തിൽ നെൽവയൽ നികത്തി അനധികൃതമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. നിയമം ലംഘിക്കുന്ന വ്യക്തികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ, വൈസ് പ്രസിഡന്റ് വി കെ രഘുസ്വാമി എന്നിവരും അറിയിച്ചു. ഭരണസമിതിയുടെ തീരുമാനം TCVയുടെ വാർത്തയെ തുടർന്ന്. പാഴിയോട്ടുമുറി പാടശേഖരത്തിൽ നെൽവയൽ നികത്തിക്കൊണ്ടുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പെരുകുകയാണ്. പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽവയലുകൾ ചെറിയ വിലയ്ക്ക് കൈപ്പിടിയിലൊതുക്കിയ ഭൂമാഫിയ സംഘങ്ങൾ കമ്പിവേലി കെട്ടി തിരിച്ച് വാഴയും തെങ്ങും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് പ്ലോട്ടുകളാക്കി വൻ വിലയ്ക്കാണ് മറിച്ചു വിൽക്കുന്നത്. ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയ നെൽവയലുകൾ കർഷകരുടെ പരാതിയെ തുടർന്ന് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും ഇത് വകവയ്ക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി തുടരുകയാണ്. ഇതേക്കുറിച്ച് TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെൽവയൽ നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭൂമാഫിയ സംഘങ്ങൾക്കെതിരെ കർശന നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. രാഷ്ട്രീയ സ്വാധീനം മൂലം ഭരണസമിതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം തീർത്തും അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ, വൈസ് പ്രസിഡന്റ് വി കെ രഘുസ്വാമി എന്നിവർ പറഞ്ഞു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പിതാവ് നിലനികത്തി നിർമ്മിച്ച കെട്ടിടത്തിന് ഇതുവരെയും പഞ്ചായത്ത് നമ്പർ ഇട്ട് നൽകിയിട്ടില്ല. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ വ്യക്തിയുമായി ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള ഭൂമാഫിയ സംഘത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്നും കല്യാണി എസ് നായരും വി കെ രഘുസ്വാമിയും അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചിമ്മിനി ഡാമിൽ എത്തുന്നവരെ സഹായിക്കാനായി ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഒരുങ്ങുന്നു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തായിട്ടാണ് പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പോലീസ് അസിസ്റ്റന്റ് സെന്റർ എന്ന പേരിൽ കേന്ദ്ര സർക്കാരിന്റെ 13ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വരന്തരപ്പള്ളിയിൽ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. 14,000 ചതുരശ്രയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് 21,50,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വിസിറ്റേഴ്സ് ലോബി, റെസ്റ്റ് റൂം, എൻക്വയറി ഓഫീസ്, ശൌചാലയങ്ങൾ തുടങ്ങിയവ കെട്ടിടത്തിലുണ്ടാകും. പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് സ്റ്റേഷന്റെ നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. അതേസമയം വരന്തരപ്പള്ളിയിൽ നിന്ന് 17 കിലോമീറ്റർ ദൂരം ചിമ്മിണിയിലേക്കുള്ളപ്പോൾ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രദമാകുമെന്ന് അധികൃതർക്ക് ആശങ്കയുണ്ട്. ചിമ്മിണിയിൽ വനംവകുപ്പിന്റെ കൈവശമുള്ള സ്ഥലം വിട്ടുകിട്ടാത്തതിനെ തുടർന്നാണ് വരന്തരപ്പള്ളിയിൽ സെന്റർ ആരംഭിക്കാൻ കാരണം. ജില്ലയിൽ പീച്ചിയിലും അതിരപ്പള്ളിയിലും ടൂറിസം പദ്ധതി പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. മുളകുന്നത്തുകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ തകരാറിലായ റേഡിയേഷൻ യന്ത്രത്തിന്റെ അറ്റകുറ്റപ്പണി വൈകും. പുതിയ റേഡിയേഷൻ യന്ത്രം വാങ്ങിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലെ സാധാരണക്കാർക്ക് ആശ്രയമായ നെഞ്ചുരോഗാശുപത്രിയിലെ റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ പരിഹരിക്കാത്തതുമൂലം 100 കണക്കിന് ക്യാൻസർ രോഗികളാണ് ദുരിതത്തിലായത്.
റേഡിയേഷൻ നടത്താൻ പറ്റാത്തതുമൂലം മണിക്കൂറുകളോളം റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കാത്തിരുന്ന് നിരാശരായി മടങ്ങിപ്പോവുകയാണ് രോഗികൾ. 23 റേഡിയേഷനാണ് ഉള്ളത്. അതിലിപ്പോ 2 പ്രാവശ്യം കീഴുന്ന 3ാമത്തെ പ്രാവശ്യമാണ്. കീഴ്പ്പടി ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിൽ തോന്നുന്നത്. ഇതിങ്ങനെ കഷ്ണം മുറിഞ്ഞ് മരുന്ന് കുടിക്കണ മാതിരി തന്നെ ആവി തീരല്ലേ. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ രോഗത്തിനൊരു സമാധാനം ഉണ്ടാവുമെന്നൊരു സങ്കല്പം. ഇതിപ്പോ സങ്കല്പം നഷ്ടപ്പെട്ടു വരിക. ബുദ്ധിമുട്ടിപ്പോ ഒന്നാമത് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ താമസിക്കണം, ആ ചെലവ്. പോകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൂരത്തൊക്കെ ഞാനിപ്പോൾ മലപ്പുറം പോകണം. ഞാനൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഒരു 100-200 രൂപ നഷ്ടമാണ്. അങ്ങനെ പോയി അങ്ങനെ 2-3 ആഴ്ചയായി ഇപ്പോൾ ഇങ്ങനെ പോയി വരണം. ഇതിന്റെ മുമ്പത്തെ ആഴ്ച 4 ദിവസം പിടിച്ചു. വെള്ളിയാഴ്ച അന്ന് കീഴന്നിട്ട് പിന്നെ ചൊവ്വാഴ്ച അന്ന് എന്തോ കാരണവശാൽ ഞാൻ ഏട്ടനോട് വന്നപ്പോൾ ശരിയായിരിക്കണം. അപ്പം ചെയ്ത് ആ 4 ദിവസം ചെയ്ത് പിന്നെ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. ഉച്ചവന്നരവ് കഴിഞ്ഞു. നല്ല ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കണം ചേച്ചിക്ക്. 14 വർഷം പഴക്കമുള്ള റേഡിയേഷൻ യന്ത്രം മാറ്റി ആധുനിക രീതിയിലുള്ള ലീനിയർ ആക്സിലേറ്റർ റേഡിയേഷൻ മെഷീൻ സ്ഥാപിക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തുടർ നടപടിയായില്ല. പുതിയ റേഡിയേഷൻ യന്ത്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപയുടെ ടെൻഡർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിലിൽ തകരാറിലായ റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ പരിഹരിച്ചതിന്റെ ഭാഗമായി 32 ലക്ഷം രൂപയാണ് സ്വകാര്യ കമ്പനിക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകാനുള്ളത്. ഈ തുക കൈമാറിയാൽ മാത്രമാണ് കമ്പനിയിലെ ടെക്നീഷ്യന്മാരെത്തി റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ പരിഹരിക്കാൻ നടപടിയെടുക്കുള്ളൂവെന്ന് സൂചനയുണ്ട്. അതേസമയം റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ പരിഹരിക്കാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് നെഞ്ചുരോഗാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മഹാദേവൻ പറഞ്ഞു. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80-90 പേഷ്യൻസിനെ ഇപ്പോൾ അത് എടുക്കാൻ പറ്റുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും അതിനൊരു പിന്നെ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ആണ്. മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ വേറെ ഉണ്ട്. 14 വർഷം ആയതുകൊണ്ടിട്ടുള്ളതാണ്. എഞ്ചിനീയേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അവർ വന്ന് അത് റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ വീണ്ടും ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഫുള്ളൊരു ഓവറോളിംഗ് വേണ്ടി വരും. കാലപ്പഴക്കം ചെന്ന റേഡിയേഷൻ യന്ത്രം ഉപയോഗിച്ച് ദിവസം 80 മുതൽ 100 വരെ രോഗികൾക്കാണ് റേഡിയേഷൻ നടത്തുന്നത്. യന്ത്രത്തിന് ഉൾക്കൊള്ളാനുള്ള ശക്തിയേക്കാൾ കൂടുതലായതിനാലാണ് തുടർച്ചയായി റേഡിയേഷൻ യന്ത്രം തകരാറിലാകുന്നതിന് കാരണമെന്ന് സൂപ്രണ്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. നാളെ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുമായി മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഏതാനും റൂട്ടുകൾ സർക്കാർ ഏറ്റെടുക്കുകയും സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് പുതുക്കി നൽകാതിരിക്കുകയും ചെയ്ത നടപടിക്കെതിരെയായിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നത്. 2 ദിവസത്തിനുള്ളിൽ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ മന്ത്രിസഭയ്ക്ക് മുൻപിൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പരിഹാര നടപടികൾ കൈക്കൊള്ളാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് സമരം പിൻവലിച്ചതെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. കണ്ടശ്ശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിന് ശാപമോക്ഷം. TCV വാർത്തയെ തുടർന്ന് കോർട്ട് നവീകരണത്തിനായി CN ജയദേവൻ MP 60,000 രൂപ അനുവദിച്ചു. കഴിഞ്ഞ മധ്യവേനൽ അവധിക്ക് മുമ്പാണ് വിദ്യാർത്ഥികൾ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ശോചനീയാവസ്ഥ TCV അറിയിക്കുന്നത്. തുടർന്ന് TCVയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട CN ജയദേവൻ MP കോർട്ടിന്റെ നവീകരണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് 60,000 രൂപ നവീകരണ പ്രവർത്തനത്തിനായി MP അനുവദിച്ചിട്ടുള്ളത്. നിലവിലുള്ള ബാസ്കറ്റ് ബോർഡ് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. ഇതിനു പകരം ഫൈബർ ബോർഡുകൾ സ്ഥാപിക്കും. കൂടാതെ കോർട്ട് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ളവ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കും. ഒരു ചെറിയ വാർത്തയായാൽ പോലും അത് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന TCVയുടെ പ്രവർത്തനം അഭിമാനമർഹിക്കുന്നതാണെന്ന് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ പറഞ്ഞു. TCVയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ശ്രീ ജിത്തൻ തികാട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ബഹുമാനപ്പെട്ട MP CN ജയദേവന്റെ ശ്രദ്ധയിൽ വാർത്തപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായി അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് 60,000 രൂപ ആ കോർട്ട് ശരിയാക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷകരം അറിയിക്കുകയാണ്. ഫൈബർ ബോർഡ് പെർമനന്റ് ആയിട്ടുള്ള ഫൈബർ ബോർഡ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് MP അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം വാർത്തകൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള വാർത്തകൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരം ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ TCV കാണിക്കുന്ന താല്പര്യത്തെയും TCVയുടെ പ്രവർത്തനത്തെയും മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടനെ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ബാസ്കറ്റ്ബോൾ കോർട്ടിന് തുക അനുവദിച്ച MPക്ക് നന്ദി അറിയിച്ച് ജൂനിയർ ബ്രദേഴ്സ് കണ്ടശ്ശാംകടവും കണ്ടശ്ശാംകടവ് ബാസ്കറ്റ്ബോൾ ക്ലബ്ബും വിവിധ സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, അന്തിക്കാട്. പാലേക്കര ടോൾ പ്ലാസ തല്ലി തകർത്ത സംഭവത്തിൽ പ്രതികളായ 5 CPIML പ്രവർത്തകരെ കോടതി വെറുതെ വിട്ടു. CPIML എറണാകുളം ജില്ലാ സെക്രട്ടറി VV ഉല്ലാസ്, പുതുക്കാട് ഏരിയ സെക്രട്ടറി ജയൻ കോനിക്കര,
RYFI സംസ്ഥാന സെക്രട്ടറി ND വേണു, ജില്ലാ കമ്മിറ്റി അംഗം MB ജയഘോഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി KK അനിൽകുമാർ വെറുതെ വിട്ടത്. ടോൾ പിരിവ് ആരംഭിക്കാനിരുന്ന 2011 ഡിസംബർ 4-ന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. 2000-ഓളം പോലീസ് കാവൽ നിൽക്കുമ്പോഴായിരുന്നു ടോൾ പ്ലാസ ആക്രമിച്ചത്. ബൂത്തുകളുടെ ചില്ലുകളും കമ്പ്യൂട്ടറുകളും പ്രവർത്തകർ തല്ലിത്തകർത്തുവെന്നായിരുന്നു കേസ്. സ്ഥലം SI, ടോൾ കമ്പനി അധികൃതർ എന്നിവരുൾപ്പെടെയുള്ള 17 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചിരുന്നു. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ ജോബി A. പുളിക്കൽ, ബിന്ദു ഭാസ്കരൻ എന്നിവർ ഹാജരായി. കനത്ത മഴയിൽ മുരിയാട് ഓടിട്ട വീട് തകർന്നു. വെള്ളിലംകുന്ന് കോളനി തച്ചനാട് ചന്ദ്രിക ഭാസ്കരന്റെ വീടാണ് തകർന്നത്. അപകടത്തിലാർക്കും പരിക്കില്ല. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. RPF-ഉം കേരള റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഉത്തർപ്രദേശ് സ്വദേശികളായ ഋഷികേശ്, വിനോദ് എന്നിവരെ പോലീസ് പിടികൂടി. പഴയ തുണിത്തരങ്ങളെന്ന വ്യാജേന മംഗലാപുരത്ത് നിന്ന് പാഴ്സലായി അയച്ച കെട്ടുകളിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത്. സംശയം തോന്നിയ പോലീസ് ഇവരെ വിദഗ്ധമായി പിടികൂടുകയായിരുന്നു. പ്രധാനമായും തൃശൂർ, എറണാകുളം ജില്ലകളിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനെത്തിച്ചതാണ് പുകയില ഉൽപ്പന്നങ്ങളെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിൽ 15 ലക്ഷത്തിലധികം വിലയ്ക്ക് വിറ്റഴിക്കാനുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. RPF ASI MP പുരുഷോത്തമൻ, ഹെഡ് കോൺസ്റ്റബിൾ VA ജോർജ്, കേരള റെയിൽവേ പോലീസ് ASI-മാരായ അജിത് കുമാർ, PS സോമൻ, CPO-മാരായ കൃഷ്ണകുമാർ, സന്ദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ അധിവാസത്താൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് അന്നമനട മാമ്പ്ര ഗ്രാമം. ഇവിടെ ഏതാനും കെട്ടിടങ്ങളിലായി താമസിക്കുന്ന 700-ഓളം തൊഴിലാളികളാണ് പരിസരത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അങ്കമാലി, ആലുവ ഭാഗത്ത് കെട്ടിട നിർമ്മാണത്തിന് വന്ന ബംഗാളികളാണ് അന്നമനട പഞ്ചായത്തിലെ മാമ്പ്രയിൽ വിവിധയിടങ്ങളിൽ താമസിക്കുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ പലതും ഇവർക്കായി ഉടമകൾ വാടകയ്ക്ക് നൽകുകയായിരുന്നു. ഒരു ചെറിയ മുറിയിൽ പോലും 50ഓളം പേരെ താമസിപ്പിച്ച ഒരാൾക്ക് 2000 രൂപ വീതം ഈടാക്കുകയാണ് ഉടമകൾ. പ്രാഥമിക ആവശ്യത്തിനു പോലും സൌകര്യമില്ലാത്തതാണ് ഇത്തരം താമസ സ്ഥലങ്ങളിലെ അടിസ്ഥാന പ്രശ്നം. മനുഷ്യാവകാശ ധ്വംസനത്തിന് ഇവർ ഇരയാകുന്നു എന്നതാണ് വസ്തുത. കക്കൂസുകളുടെ അപര്യാപ്തത മാരക ആരോഗ്യ പ്രശ്നത്തിന് വഴിവെക്കുന്നു എന്നാണ് പോലീസിന്റെ രഹസ്യ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ചെറിയ ടാങ്കുകളിൽ നിറയുന്ന മാലിന്യം പിന്നീട് തോടുകൾ വഴി തൊട്ടടുത്തുള്ള പുഴയിലേക്ക് ഒഴുകിയെത്തുകയാണ്. പരിസരത്തുള്ള കിണറുകൾക്കും ഇത് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. സാധാരണ 6-7 പേർക്ക് മാത്രം താമസിക്കാൻ സൌകര്യമുള്ള ഇടങ്ങളിലാണ് 50ഓളം പേർ അന്തിയുറങ്ങുന്നത്. ഇവരുടെ ഭക്ഷ്യാവശിഷ്ടങ്ങളും മറ്റും സമീപത്ത് നിക്ഷേപിക്കുന്നതും മാരകമായ പകർച്ചവ്യാധികൾക്കിടയാക്കുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. മഞ്ഞപ്പിത്തം വന്ന് ഒരാൾ മരിച്ചതോടെയാണ് മാമ്പ്രയിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിത രീതിയെക്കുറിച്ച് ചർച്ചയുണ്ടായത്. മഞ്ഞപ്പിത്ത മരണം സംഭവിച്ച സമയത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിപ്പോയെങ്കിലും കാര്യമായ നടപടികൾ പിന്നീടുണ്ടായില്ല. അന്യദേശ തൊഴിലാളികളെ കുത്തിനിറച്ച് കെട്ടിടത്തിൽ നിന്ന് പ്രതിമാസം 1/2 ലക്ഷം രൂപയിലധികം ഈടാക്കുന്ന ഉടമകൾ പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനെതിരെ പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. തൊഴിലാളികളുടെ ലക്ഷ്യബോധമില്ലാത്ത താമസവും ജീവിത രീതികളും കാലവർഷം ശക്തമാകുന്നതോടെ മാമ്പ്ര ഗ്രാമത്തെ ഗുരുതരമായി ബാധിക്കുന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, ചാലക്കുടി. കൊടകര കൊപ്രക്കളത്ത് കാറിടിച്ച് പരിക്കേറ്റ് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വൃദ്ധൻ മരിച്ചു. കൊപ്രക്കളം കിണർ സ്റ്റോപ്പിന് സമീപം മാട്ടിൽ വീട്ടിൽ 70 വയസ്സുള്ള രാമനാണ് മരിച്ചത്. നടന്നുപോവുകയായിരുന്ന ഇയാളെ ഇന്നലെ രാത്രി 8:30-യോടെ കാറിടിക്കുകയായിരുന്നു. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഒരു പിടി മികച്ച ബാഡ്മിന്റൺ പരിശീലകരെ കേരളത്തിന് സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ. ഇതിന്റെ ഭാഗമായുള്ള പരിശീലന കളരി തൃശൂരിൽ ആരംഭിച്ചു. കഴിഞ്ഞ 14 വർഷമായി മുടങ്ങിക്കിടന്ന പരിശീലന കളരിക്കാണ് തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തുടക്കമായത്. സംസ്ഥാനത്തെ ഓരോ ജില്ലകളിൽ നിന്നായി 3 മുതിർന്ന കളിക്കാരെയാണ് പരിശീലന കളരിയിലേക്ക് തിരഞ്ഞെടുത്തത്. പരിശീലനം തൃശൂരിൽ നടക്കുന്നു എന്നതിനാൽ ജില്ലയിലെ 15 പേർക്ക് പരിശീലകരാകാനുള്ള അവസരം കളരിയിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. ദേശീയ ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും രാജ്യാന്തര പരിശീലകനും കൂടിയായ S. മുരളീധരൻ, ദേശീയ സീനിയർ ടീമിന്റെ പരിശീലകൻ A. നാസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. ജില്ലാ ടീമിലെങ്കിലും അംഗമായിട്ടുള്ള 45 വയസ്സിന് താഴെ പ്രായമുള്ള 50ഓളം പേരാണ് കളരിയിൽ പങ്കെടുക്കുന്നത്.
5 ദിവസങ്ങളിലായി നടക്കുന്ന കളരി രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫിറ്റ്നസ് ട്രെയിനിംഗ്, തിയറി ക്ലാസുകൾ, കായിക വിഷയങ്ങളിലെ സ്പെഷ്യൽ ക്ലാസുകൾ, മത്സര പരിചയം എന്നിങ്ങനെയാണ് പരിശീലനം. ചിട്ടയോടെയുള്ള പരിശീലനം വഴി വരും നാളുകളിൽ സംസ്ഥാനത്ത് മികച്ച ബാഡ്മിന്റൺ പരിശീലകരെ ലഭ്യമാക്കുകയാണ് അസോസിയേഷന്റെ ലക്ഷ്യമെന്ന് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി MN ഷാജി പറഞ്ഞു. ബാഡ്മിന്റന് വർദ്ധിച്ചു വരുന്ന ഒരു പ്രചാരം, ഒരുപാട് ഇൻഡോർ കോർട്ടുകൾ, അതുപോലെ സ്കൂളുകളിലേക്ക് പരിശീലനം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അത്ര തന്നെ പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ് കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ ഇങ്ങനെ ഒരു സംരംഭത്തിന് തയ്യാറായിരിക്കുന്നത്. കളരിയിൽ പങ്കെടുക്കുന്നവർക്കായുള്ള താമസം, ഭക്ഷണം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട്. കളിക്കാരായിരുന്ന പലരും ഭാവിയിലെ മികച്ച പരിശീലകരാകാനുള്ള തയ്യാറെടുപ്പിലായാണ് തൃശൂരിലെ പരിശീലന കളരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുവഴി ബാഡ്മിന്റനുള്ള നിലവിലെ കായിക പകിട്ട് ഒന്നുകൂടി വർദ്ധിപ്പിക്കാനാകും എന്ന പ്രതീക്ഷയിലുമാണ് ഏവരും. TCV ന്യൂസ്, തൃശൂർ. ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് കേരളീയരാണെന്നത് നമുക്ക് അപമാനകരമാണെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി പറഞ്ഞു. തൃശൂർ വിമല കോളേജിൽ തൃശൂർപേരൂർ സത്സംഗ് സംഘടിപ്പിച്ച വിവാഹ ധൂർത്തെന്ന സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സ്ത്രീധന നിരോധന നിയമമുണ്ടെങ്കിലും ഇതുപ്രകാരം ഒരൊറ്റ കേസ് പോലും കോടതിയിലെത്തുന്നില്ല. വിവാഹ ചടങ്ങുകളുടെ ആർഭാടത്തിനൊപ്പം ചടങ്ങുകളുടെ ധാരാളിത്തവും ഒഴിവാക്കണമെന്ന് റോസക്കുട്ടി പറഞ്ഞു. വിവിധ കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികളും പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളായി എത്തിയവരും സംവാദത്തിൽ പങ്കെടുത്തു. വിവാഹ ധൂർത്ത് സംബന്ധിച്ച വനിതാ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കണമെന്നും വിവാഹപ്രായം 18 നിന്ന് ഉയർത്തണമെന്നും നിയമത്തിനുപരിയായി മനോഭാവത്തിലാണ് മാറ്റം വേണ്ടതെന്നും അഭിപ്രായമുയർന്നു. വിമല കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ CL മാരീസ് അധ്യക്ഷയായിരുന്നു. സത്സംഗം രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, പ്രൊഫസർ കരുണ, അസിസ്റ്റന്റ് കമ്മീഷണർ ഷാഹുൽ ഹമീദ്, മുതിർന്ന പത്രപ്രവർത്തകൻ CA കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. പ്രൊഫസർ എലിസബത്ത് മാത്യു മോഡറേറ്ററായിരുന്നു. കുന്നംകുളം ആനാക്കലിൽ സഹോദരങ്ങളെ വീട് കയറി ആക്രമിച്ച കേസിൽ 4 RSS പ്രവർത്തകരെ കുന്നംകുളം SI AV പോൾ അറസ്റ്റ് ചെയ്തു. RSS പ്രവർത്തകരായ കാണിയമ്പാൽ കക്കയം സ്വദേശി പുളിയംപറമ്പിൽ മെജോ, ആനാക്കൽ വള്ളിക്കാട്ടിരി അജയൻ, അമ്മനാട്ട് വീട്ടിൽ ബിനു, വള്ളിക്കാട്ടിരി അനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. യുവമോർച്ച പ്രവർത്തകരായ കൊട്ടാരമ്പാട്ട് സജീഷിനെ ആക്രമിക്കാനാണ് RSS പ്രവർത്തകർ വീട്ടിലെത്തിയതെന്ന് പറയുന്നു. വധശ്രമത്തിന് കേസെടുത്താണ് പോലീസ് RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. ആക്രമണ സമയത്ത് സജേഷിന്റെ സഹോദരനും CPM പ്രവർത്തകനുമായ സജാദും വീട്ടിലുണ്ടായിരുന്നു. ഇരുവിഭാഗവും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഘടനവുമായി ബന്ധപ്പെട്ട് സജാദിനെതിരെയും വധശ്രമത്തിന് കേസെടുത്തിരുന്നതിനാൽ ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വിവിധ കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായ 4 പേരെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് പിടികൂടി. ഭാര്യയെയും ഭാര്യ മാതാവിനെയും ആക്രമിച്ച കേസിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി പുന്നംപറമ്പിൽ ജയരാമൻ, കാർ മോഷണ കേസിൽ പ്രതിയായ ആലപ്പുഴ സ്വദേശി ആട് നാസർ എന്ന് വിളിക്കുന്ന നാസർ, വാഹനാപകട കേസിൽ പ്രതിയായ കോട്ടയം സ്വദേശി മടത്തിൽ പറമ്പിൽ ഷാജഹാൻ, സ്ത്രീകൾക്ക് മാനഹാനി വരുത്തുന്ന രീതിയിൽ പെരുമാറിയതിന് ഗുരുവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ കുടുംബൂർ വീട്ടിൽ വിജയൻ എന്നീ പിടികിട്ടാപ്പുള്ളികളെയാണ് LP സ്ക്വാഡ് പിടികൂടിയത്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ജില്ലാതല സിറ്റിംഗ് അയ്യന്തോൾ കളക്ടറേറ്റിൽ നടന്നു. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി KV ഗോപിക്കുട്ടന്റെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ്. മൊത്തം 33 പരാതികളാണ് ഇന്ന് പരിഗണിച്ചത്. ഇതിൽ 2 പരാതികൾ തീർപ്പാക്കി. 6 പേർ ഹാജരായില്ല. 31 പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പട്ടികജാതിക്കാരിയായ 13കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി തൃപ്രയാർ സ്വദേശി ചന്ദ്രബാബു ഗോവയിലേക്ക് കടന്നതായി സൂചന. പ്രതിയെ പിടികൂടാൻ പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇയാൾ ഗോവയിലേക്ക് കടന്നതായി സൂചന ലഭിച്ചത്. കഴിഞ്ഞ മാർച്ച് 30-നാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കുട്ടിയുടെ വീട്ടിൽ വെച്ച് പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡന വിവരം കുട്ടി രക്ഷിതാക്കളെ അറിയിക്കുകയും തുടർന്ന് ചന്ദ്രബാബുവിനെതിരെ വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി ഒളിവിൽ പോയി. വലപ്പാട് CI R രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഭവം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നീ സംഘടനകൾ കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തിയിരുന്നു. RSSന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് BJP സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ പറഞ്ഞു. SFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണനിർവഹണം നടത്താൻ RSS മുന്നിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിൽ BJP മന്ത്രിസഭ വെറും ഉപസമിതിയായി മാത്രം മാറിയിരിക്കുകയാണ്.
കേവല ഭൂരിപക്ഷത്തിന്റെ മുഷ്കാണ് ബിജെപി സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപാകെ കാട്ടുന്നതെന്നും ബേബി ജോൺ കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ചെയർമാൻ മുരളി പെരുന്നെല്ലി അധ്യക്ഷത വഹിച്ചു. വർഗീയ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവും വിദ്യാഭ്യാസ രംഗവും എന്ന വിഷയത്തിൽ KEN വിഷയാവതരണം നടത്തി. സംഘാടക സമിതി ജനറൽ കൺവീനർ PG സുബിദാസ്, കൺവീനർ KS സെന്തിൽകുമാർ, പ്രൊഫസർ M മുരളീധരൻ, സേവ്യർ ചിറ്റിലപ്പിള്ളി, UP ജോസഫ് എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ബോർഡിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന് പിറകിൽ ബൈക്കിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ എടത്തിരിഞ്ഞ് സ്വദേശി വെളിയകത്ത് യദു, ചെമ്പകശ്ശേരി വീട്ടിൽ ജിഷ്ണു, ബസ് കാത്തുനിന്നിരുന്ന കയ്പമംഗലം ബോർഡ് സ്വദേശി കരൂരടത്ത് വീട്ടിൽ ദയാനന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചന്ദ്രാപിന്നി ആക്ട്സ് പ്രവർത്തകർ 3 പീടിയ ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9:30 അപകടം. പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി ആലംകീഴിൽ വീട്ടിൽ ശ്യാമാണ് അറസ്റ്റിലായത്. സ്ത്രീക്ക് മാനഹാനി വരുത്തുന്ന രീതിയിൽ പെരുമാറിയതിനാണ് കഴിഞ്ഞ ശനിയാഴ്ച ശ്യാമിനെ പോലീസ് പിടികൂടിയത്. സ്റ്റേഷനിലിരുത്തിയ പ്രതി പോലീസുകാരുടെ ശ്രദ്ധ മാറിയ ഉടൻ ഇറങ്ങി ഓടുകയായിരുന്നു. അഡീഷണൽ SI മാധവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ വീണ്ടും പിടികൂടിയത്. കോൺഗ്രസ് പ്രവർത്തകനെ മാരകായുധങ്ങളുമായി ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ കോൺഗ്രസ് വിചാർ വിഭാഗ് മുൻ ചെയർമാൻ വടക്കേക്കാട് സ്വദേശി അഷ്റഫിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം എടക്കര റോഡിലൂടെ നടന്നുപോകുമ്പോൾ ആയുധങ്ങളുമായെത്തിയ 6 അംഗ സംഘം തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് അഷ്റഫ് പറഞ്ഞു. വടക്കേക്കാട് പോലീസിൽ ഇയാൾ പരാതി നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുക എന്ന സന്ദേശവുമായി അമൃത്സർ മുതൽ കന്യാകുമാരി വരെ ബൈക്ക് യാത്ര നടത്താൻ വൈദികരുൾപ്പെടെയുള്ള 10 അംഗ യുവസംഘം തൃശൂരിൽ നിന്ന് ട്രെയിനിൽ യാത്ര തിരിച്ചു. തൃശൂർ സ്വദേശികളായ സംഘം 5 ബൈക്കുകളിലായി ഈ മാസം 13-നാണ് അമൃത്സറിൽ നിന്ന് യാത്ര പുറപ്പെടുക. 11 സംസ്ഥാനങ്ങൾ പിന്നിട്ട് ജൂലൈ 6-ന് യാത്ര കന്യാകുമാരിയിലെത്തും. ഫാദർ ജോർജ് നിരപ്പുകാലയിൽ, ഫാദർ ജോഷി ആളൂർ, ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ഫാദർ സാവിയോ തലോണിക്കര, നിജോ മൈക്കൽ, പോളി PS അനൂപ്, ലിവിൻ തോമസ്, ഹാരിസ് നെല്ലിശ്ശേരി, ബിജു റാഫേൽ എന്നിവരാണ് സംഘത്തിലുള്ളത്. യാത്രയ്ക്കിടെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ, പ്രധാന കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെയും സമൂഹത്തിൽ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിനെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ലഘുലേഖകൾ വിതരണം ചെയ്യുമെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു. അമൃത്സർ വരെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സംഘത്തിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ മുത്തിപ്പിടിക, യൂത്ത് ഫ്രണ്ട് M ജില്ലാ പ്രസിഡന്റ് സജി ജോസഫ്, ജൌഹർ ബാലജനവേദി ജില്ലാ കോർഡിനേറ്റർ ആന്റോ തുറയൻ, PJ ടോജോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ് തൃശൂർ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി തട്ടിക്കൊണ്ടുപോകാൻ യുവാവിന് വാഹനം ഏർപ്പാടാക്കി സഹായിച്ച സുഹൃത്തിനെ കുന്നംകുളം പോലീസ് പിടികൂടി. ചെമ്മണ്ണൂർ കണ്ണമ്പുള്ളി വീട്ടിൽ വിബീഷ് എന്ന കൊച്ചുമോനാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് ചെമ്മണ്ണൂർ സ്വദേശി സുജീഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. കുന്നംകുളം അയ്യമ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ കേടുവന്ന മോട്ടോറുകൾ നന്നാക്കാത്തതിലും കുടിശ്ശിക അടയ്ക്കാൻ വീഴ്ച വരുത്തിയതിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം നഗരസഭാ ചെയർമാനെ തടഞ്ഞുവച്ചു. മോട്ടോറുകൾ നന്നാക്കാൻ നിരവധി തവണ പരാതി നൽകിയതായും കൌൺസിൽ യോഗത്തിൽ പല പ്രാവശ്യം പറഞ്ഞതായും വാർഡ് കൌൺസിലർ സുമ അനിൽ അറിയിച്ചു. എന്നാൽ അതിന് വ്യക്തമായ ഉത്തരം പറയാതെ ചെയർമാൻ അടുത്ത അജണ്ടയിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയതോടെയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഡയസിന് മുന്നിലെത്തി ചെയർമാനെ തടഞ്ഞത്. തുടർന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും ബഹളവും ഉണ്ടായെങ്കിലും വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ ഉറപ്പു നൽകിയ ശേഷമാണ് അംഗങ്ങൾ പിരിഞ്ഞുപോയത്. കടയിൽ കയറി ഉടമയെയും ജീവനക്കാരനെയും മർദ്ദിക്കുകയും കട തല്ലിത്തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 8 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുമനയൂർ മേപ്പുറത്ത് വീട്ടിൽ ശ്രീരാജ്, അമ്പാത്ത് വീട്ടിൽ ജാലിഷ്, അഞ്ചങ്ങാടി കറുപ്പം വീട്ടിൽ മുനീർ, പൂത്തോട് വീട്ടിൽ അശോകൻ, ആലാംകടവിൽ അഷ്കർ, ആലാംകടവിൽ മുനൈസ്, അമ്പലത്ത് വീട്ടിൽ ഷെബീർ, പുത്തൻപുരയിൽ ഹാറൂൺ എന്നിവരാണ് ചാവക്കാട് CI അബ്ദുൾ മുനീർ, SIമാരായ രാമചന്ദ്രൻ, ഗോവിന്ദൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയിലാണ് സംഘം കടയിൽ കയറി ആക്രമണം നടത്തിയത്. ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൌണ്ട് ശോചനീയമായ അവസ്ഥയിൽ. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് പ്രാചീന രീതിയിൽ കത്തിച്ച്. നഗരസഭയിലെ മാലിന്യങ്ങൾ 36-ാം വാർഡിലുള്ള ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. നഗരസഭാ പ്രദേശം ഏറെക്കുറെ വൃത്തിയാണെങ്കിലും ട്രഞ്ചിംഗ് ഗ്രൌണ്ട് മോശം സ്ഥിതിയിലാണ്. ഈ പ്രദേശത്തുള്ള 100ഓളം കുടുംബങ്ങളും സമീപത്തുള്ള ഫയർ സ്റ്റേഷനും ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ നിന്നുള്ള ദുർഗന്ധവും മറ്റുമൂലം ദുരിതം അനുഭവിക്കുന്നുണ്ട്.
അശാസ്ത്രീയമായി പ്ലാസ്റ്റിക് മാലിന്യം അടക്കമുള്ളവ കത്തിക്കുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങളും ഈ പ്രദേശത്തുള്ളവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഇപ്പോഴും മാലിന്യങ്ങൾ യഥേഷ്ടം കത്തിക്കുകയാണ്. ഇവിടത്തെ വരുന്ന മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന ജനങ്ങളുടെ എല്ലാവരുടെയും എതിർപ്പുകൾക്കും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ വളരെയധികം ഇത് കാരണമാകാൻ സാധ്യതയുണ്ട്. നഗരസഭ ശേഖരിക്കുന്ന മാലിന്യങ്ങളും ക്ലീൻ ശ്രീ തുടങ്ങിയ സ്വകാര്യ കൂട്ടായ്മകൾ ശേഖരിക്കുന്ന മാലിന്യവും നിക്ഷേപിക്കുന്നത് ഈ ഗ്രൌണ്ടിലാണ്. ഇവിടെ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ KP രാജേന്ദ്രൻ റവന്യൂ മന്ത്രിയായിരുന്ന സമയത്ത് 33 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നഗരസഭാ ഭരണകർത്താക്കളുടെ പിടിപ്പുകേട് മൂലം മാലിന്യ സംസ്കരണ പ്ലാന്റ് 22 കോൺക്രീറ്റ് തൂണുകളായി അവശേഷിച്ചു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ് 12 ലക്ഷം രൂപയിലധികം ചിലവാക്കി മാലിന്യ സംസ്കരണത്തിനായി ഇവിടെ ഇൻസിനേറ്റർ സ്ഥാപിച്ചുവെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് തർക്കം മൂലം 1 വർഷം കഴിഞ്ഞിട്ടും ഇത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഭരണാധികാരികളുടെ അധികാര തർക്കവും കെടുകാര്യസ്ഥതയും അവസാനിക്കുന്നത് നോക്കി വികസനം കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട ട്രെഞ്ചിങ് ഗ്രൌണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കോലഴിക്ക് സമീപം പൂവണിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാതെ ഒത്തുതീർപ്പിന് നിർബന്ധിക്കുന്നതായി ആക്ഷേപം. മുളകുന്നത്തുകാവ് സ്വദേശി ചെനങ്ങാമ്പറമ്പിൽ റനീഷ് ജോലി കഴിഞ്ഞ് തൃശൂരിൽ നിന്ന് പോകുന്നതിനിടെ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 8:30 അപകടം. മുന്നിൽ പോയിരുന്ന കാർ അലക്ഷ്യമായി തിരിച്ചപ്പോൾ പിറകിൽ വന്നിരുന്ന റനീഷിന്റെ ബൈക്ക് കാറിൽ തട്ടി നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. അപകടശേഷം കാർ നിർത്താതെ പോയി.